അവൾക്ക് വേണ്ടി അവൻ എന്നെ ചതിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് അവള് പറഞ്ഞതുപോലെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ചേച്ചി. ആദിമോൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ തന്നെ നോക്കി സത്യാവസ്ഥ അറിയാലോ. അത് വേണോ? അവനെ അങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ? എന്റെ ദുർഗേച്ചി, നമ്മുടെ ആദിമോൻ നല്ലവനാ. പക്ഷെ അവന്റെ പ്രായം ഉണ്ടല്ലോ, അത് കുഴപ്പം പിടിച്ചതാ. ആ തുളസിയാണെങ്കിൽ മൊത്തത്തിലൊരു പിഴയും. പിന്നെ അവൾ ആദിമോനെ വശത്താക്കാൻ വലുതും ചെയ്തു വെച്ചിട്ടുണ്ടോന്നെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് ശരിയാ. നീ വാ, നമുക്ക് നോക്കാം. ചേച്ചി, അവളെന്താ പറഞ്ഞത്? അവളുടെ ആത്മാവ് ആദിയുടെ മുറിയിലുണ്ടെന്നോ? അവൾ എന്റെ മരുമോളായിട്ട് വരുമെന്നോ? കത്തിക്കും ഞാൻ അവളെ. ആ അത് തന്നെ. നോക്കടി, അരിച്ചു പെറുക്കി നോക്ക്. അവളുടേതായിട്ട് എന്തെങ്കിലും ഈ മുറിയിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അങ്ങനെ തന്നെ ചേച്ചി. എന്റെ മോൻ വരുമ്പോ അവൻ കാണണം അവളുടെ ഓർമ്മകൾ ഇവിടെ ചാരമായിട്ട് കിടക്കുന്നത്. എല്ലാം വലിച്ചിട്ട് നോക്കടി. എന്താടി, ലോട്ടറി അടിച്ച സന്തോഷമാണല്ലോ നിന്റെ മുഖത്ത്. നിന്റെ ആദ്യയുടെ സ്നേഹം ദുർഗാമ്മ അംഗീകരിച്ചോ? ഒന്ന് പോടി. നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഞാനേ വരുന്ന വഴിക്ക് ദേവമംഗലത്തൊരു പടക്കം എറിഞ്ഞിട്ടാ വരുന്നത്. പടക്കോ? ആദ്യം നിന്നെ കല്യാണം കഴിക്കുമെന്നുള്ളതേ നിന്റെ സ്വപ്നം മാത്ര. സംശയമുണ്ടോ? ആ ഉണ്ട്. എങ്കിലേ ആദ്യയുടെ മുറി ഒന്ന് പരിശോധിച്ചു നോക്ക്. അവൻ തുളസിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നതിന്റെ തെളിവുകൾ അവിടെ കാണാം. എന്ത് തെളിവുകള്? നിങ്ങൾ ആദ്യം കൊച്ചമ്മയും കൂട്ടി അവന്റെ മുറി പോയി പരിശോധിക്കുക. അപ്പോഴറിയാം എന്റേതായിട്ട് എന്തൊക്കെ ആദ്യം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, എടി, അങ്ങനെ എന്തെങ്കിലും മുറിന്ന് കണ്ടുകിട്ടിയാല് ദുർഗാമ്മ ആദിയുടെ കഥ കഴിക്കുമല്ലോ. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ പറ്റൂ. ഞാൻ ചുമ്മാ ഒരു പടക്കം എറിഞ്ഞതല്ലേ. ആ സുലു അതെടുത്ത് പൊട്ടിക്കും. അതില് ദുർഗാമ്മ കുറച്ചു നേരം നിന്ന് കത്തും. ഒടുവിലൊന്നും ഇല്ലെന്നറിയുമ്പോ അതിന്റെ പഴി ഫുൾ സുലുവിന്റെ തലയിൽ വരികയും ചെയ്യും. പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്താ ദുർഗാമ്മയ്ക്ക് നിന്നോടുള്ള പക കൂടില്ലേ തുളസി? നിന്റെ ആദിയുടെയും ബന്ധത്തെ അത് ദോഷമായിട്ട് ബാധിക്കില്ലേ? ഞാൻ ഇതൊന്നും ചെയ്യാതെ അവരോട് സ്നേഹത്തോടെ നിന്നാ ഞങ്ങളുടെ ബന്ധത്തെ ദുർഗാമ്മ അംഗീകരിക്കുന്നാണോ നീ വിചാരിക്കുന്നത്? പിന്നെ എന്റെ മോളെ, അത് ഈ തുളസിയെ നിഗ്രഹിക്കാൻ അവതാരം എടുത്ത ദുർഗയാ. എന്നെ കൊണ്ടേ അവര് പോവൂ. അപ്പൊ പിന്നെ പോണ പോക്കിൽ എനിക്കിടാൻ പറ്റുന്നൊരു കാണിക്ക ഞാൻ ഇട്ടിട്ട് പോകുന്നു മാത്രം. എല്ലാ പ്രണയവും ഇങ്ങനെയൊക്കെ തന്നെയാ. ആദ്യം കുറെ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് നേരെ ആവുകയും ചെയ്യും. പക്ഷേ ഇതൊരു പ്രതികാര പ്രണയമായിരിക്കും എന്റെ മോളെ. നീ കേറ്. കേറിക്ക്. ഇവിടെ എങ്ങും ഒന്നുമില്ലടി. നിനക്ക് വല്ലതും കിട്ടിയോ? ഇല്ല ചേച്ചി. ആദിമോന്റെ ഡ്രസ്സ് വെക്കുന്ന ആ ഷെൽഫോടി നോക്കിയാലോ?
മുഴുവൻ അവന്റെ ഡ്രസ്സാ. ഇതിൽ തുളസിയുടേതായിട്ടൊന്നും ഇല്ലല്ലോടി. ചതിച്ചു ദൈവമേ, അതിൽ തുളസിയുടെ ബ്ലഡ് പുരണ്ട ഷർട്ടുണ്ടല്ലോ. അമ്മ എന്താ അമ്മ ഇത്? എന്തിനാ ഇതൊക്കെ വലിച്ചോരിട്ടിരിക്കുന്നേ? അതേ, എന്റെ ഷർട്ടൊക്കെ അമ്മ എന്ത് ചെയ്യാൻ പോവാ? അത് ഞാനൊന്നും ചെയ്യല്ല. അച്ഛന്റെ ഒരു പുതിയ ഷർട്ട് കാണാനില്ല. അയൺ ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലെ ഇതിന്റെ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോന്ന് ഞാൻ നോക്കിയതാ. അതിന് ബാക്കിയുള്ള സാധനങ്ങൾ എന്തിനാ വലിച്ചോരിട്ടത്? എന്താ സുലാന്റി കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ ആദ്യമോന്റെ റൂം മൊത്തത്തിലൊന്ന് മാറ്റി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ മുറി ആന്റി ആണോ സെറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചതല്ലേ. നീ അവളോട് ദേഷ്യപ്പെടണ്ട. ഞാൻ പറഞ്ഞിട്ടാ സുലു ഇതൊക്കെ ചെയ്തത്. എനിക്ക് നിന്റെ മുറിയിൽ കയറി ഒന്നും ചെയ്യാൻ പാടില്ലെന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അമ്മേ. അമ്മയ്ക്ക് ഈ മുറിയിൽ അറേഞ്ച്മെന്റ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞ ഞാൻ മാറ്റി ചെയ്യില്ലേ? എടാ, ഞാൻ അച്ഛന്റെ ഷർട്ട് നോക്കാനാ വന്നത്. അതിനിടയിൽ സുലുവാ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. ഞാൻ എല്ലാം പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോളാം ആദ്യമോനെ. അയ്യോ, ചെയ്തത് തന്നെ ധാരാളം. ബാക്കി എനിക്ക് വിട്ടേക്ക്, ഞാൻ ചെയ്തോളാം. ഇതിലില്ലെങ്കിൽ പിന്നെ പ്രസാദേട്ടന്റെ പുതിയ ഷർട്ട് എവിടെ പോയി കാണുമെന്നാ? നമുക്ക് ഇതിനിടയിൽ ഒന്നുകൂടെ നോക്കിയാലോ? എന്റെ അമ്മ, ഇത് മുഴുവൻ എന്റെ ഷർട്ടാ. ഞാൻ ഇന്നലെ ഏതെല്ലാം അടുക്കി വെച്ച്. ഇതിലൊന്നും അച്ഛന്റെ ഷർട്ട് ഞാൻ കണ്ടില്ല. എന്നാ ശരി, ഇത് നീ തന്നെ എടുത്തു വെച്ചോ. നമുക്ക് താഴത്തെ മുറിയിൽ ഒന്നുകൂടെ നോക്കാം. അവിടെ കാണും. വാ. ഞാൻ വിചാരിച്ചു പിടിക്കപ്പെട്ടെന്ന്. ഇതെങ്ങാനും അമ്മ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടായേനെ. ഇനി എന്തായാലും ഉടനെ ഒരു റൈഡൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്നാലും എന്തിനായിരിക്കും അമ്മയും സുലുവാന്റി എന്റെ മുറി പരിശോധിച്ചത്? ഇത് മുഴുവൻ അവന്റെ ഡ്രസ്സാ. ഇതിൽ തുളസിയുടേതായിട്ടൊന്നും ഇല്ലല്ലോടി. അപ്പൊ തുളസിയുമായി എനിക്ക് ഇപ്പോഴും അടുപ്പമുണ്ടോന്ന് അറിയാനുള്ള അന്വേഷണം തന്നെയായിരുന്നു. അതിന്റെ തെളിവ് കിട്ടാൻ അമ്മ ഈ മുറി പരിശോധിച്ചാ പോരാ, എന്റെ മനസ്സ് കുത്തി തുറന്ന് പരിശോധിക്കേണ്ടി വരും. അവൻ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ സുലു? നമ്മൾ അവന്റെ മുറി പരിശോധിച്ചതാണെന്ന് തോന്നിയാ അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അമ്മ ഇപ്പോഴും എന്നെ സംശയിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും. അത് നല്ലതല്ലേ ചേച്ചി? തുളസിയുമായി അടുക്കുമ്പോ ആദ്യമോനൊരു പേടിയുണ്ടാവും. അന്നത്തെ സംഭവത്തിന് ശേഷം ആദിക്ക് അവളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാനിടയില്ല. ആ തുളസി വെറുതെ ഓരോന്നും പറഞ്ഞ് നിന്നെ ഇളക്കി വിട്ടതാ. ഇനി അവളുടെ വാക്കും കേട്ട് നീ ഒന്നിനും ചാടി പുറപ്പെടാതിരുന്നാ മതി. സത്യത്തിൽ അവളെ ഇളക്കി വിട്ടതേ എന്നെയല്ല, ദുർഗേച്ചിയാ. ഈ വീട് പോലും നാളെ അവളുടേതായി മാറുമെന്നാ ഈ മുറ്റത്ത് വന്ന് നിന്ന് അവള് പറഞ്ഞത്. അത്ര ധൈര്യത്തിൽ അവൾ അങ്ങനെ പറയുമ്പോ ആരായാലും ഒന്ന് സംശയിച്ചു പോവില്ലേ ദുർഗേച്ചി? അവളുടെ എല്ലില്ലാത്ത നാക്കിന് ഒരു തടയിടണം. ഇല്ലെങ്കിൽ ആ മൂശേട്ട എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് ആർക്കറിയാം? എടി, നമുക്ക് ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്കൊന്ന് പോയാലോ? അതിന് അവൾ അവിടെ കാണൂ ചേച്ചി. എങ്ങോട്ടോ കെട്ടിയിറങ്ങി പോയില്ലേ ആ വായി നോക്കി. അവൾക്ക് കൊടുക്കാനുള്ളത് അവളുടെ തള്ളയ്ക്ക് കൊടുത്താലും മതി. കൊള്ളേണ്ടടുത്ത് കൊള്ളും. നീ വാ.
അല്ല ചേച്ചി, നമ്മൾ വീട്ടിൽ കയറി ചെന്ന് വഴക്കുണ്ടാക്കണോ അതോ ആ തുളസിയെ ഒത്തു കിട്ടുമ്പോ ഒതുക്കിയാ മതിയോ? എന്റെ മുമ്പിൽ അവൾ അങ്ങനെയൊന്നും വന്ന് ചാടിലടി. ദൂരെ മാറി നിന്ന് കൊഞ്ഞനം കുത്തിയിട്ട് പോവും. കുറച്ചു മുമ്പ് അതല്ലേ നടന്നത്. നിന്നോട് എന്തൊക്കെയോ പുലമ്പിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും അവള് വാലും ചുരുട്ടി പോയില്ലേ. ഇനി ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. ഇനി എന്റെ മുമ്പിൽ എങ്ങാനും അവള് കോർക്കാൻ വന്ന അവളെ പിടിച്ച് കയ്യും കാലും കെട്ടി ഞാൻ ചേച്ചിയുടെ മുന്നിലോട്ട് ഇട്ട് തരാം. പിന്നെ ആ സമയത്ത് അവളുടെ കൈ മാങ്ങ പറിക്കാൻ പോവും. നീ മിണ്ടാതെ എന്റെ കൂടെ വാ. ആ പ്രിയയോട് എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. വാ. കൊള്ളാം. ഈ സെൽഫി തുളസിക്ക് അയച്ചു കൊടുത്താലോ? ഈശ്വര, ഞാൻ സ്വപ്നം കാണുകയാണോ? ദുർഗേച്ചി കുറെ നേരമായി വന്നിട്ട്, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ദുർഗേച്ചി എന്താ ഇവിടെ ഒന്നും മിണ്ടാതെ വന്നിരുന്നേ? വാതിന് ലോക്ക് ചെയ്യാതിരുന്നോണ്ട് വിളിക്കേണ്ടി വന്നില്ല. പിന്നെ ഈ വീടിനകത്ത് കയറിയിരിക്കാൻ എനിക്ക് നിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല ദുർഗേച്ചി. ഇത് ദുർഗേച്ചിയുടെ വീടല്ലേ? ദുർഗയുടെ ഔദാര്യം എന്തായാലും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എല്ലാവരും. എന്നിട്ടും നിന്റെ മകൾക്ക് അതിന്റെ ഒരു നന്ദിയില്ലല്ലോടി. അവൾക്കെന്താ ഭ്രാന്താണോ? അയ്യോ, തുളസി വീണ്ടും എത്തിക്കലും. നന്ദി കാണിക്കണ്ട. വെറുതെ ഇരിക്കുന്ന ദുർഗേച്ചിയോട് നന്ദി കേട് കാണിച്ചാലോ? എന്താ എന്താ ദുർഗേച്ചി അവള് ചെയ്തത്? ഈ വീടിന്റെ പ്രമാണം എന്റെ പേരിലായിരുന്നിട്ടും ഞാൻ ആരെ അറിയിക്കാതെ നിന്നെ നിന്റെ കുടുംബത്തെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്ന അതേ മനസ്സോടെയാ ഞാൻ നിന്റെ ഭർത്താവിന്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യിച്ചത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ ഭർത്താവിനോടുള്ള കടമയും ബഹുമാനവും കൊണ്ട്. നിന്നെ ആ മനുഷ്യൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ സ്നേഹത്തെ നീ വേണ്ടതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ട്. എന്നാലും നീ ഈ നാട്ടിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോയാ എന്റെ പ്രസാദേട്ടൻ വേദനിക്കും. ആ മനസ്സ് വിഷമിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാ ഞാൻ നിന്റെ ഭർത്താവിന്റെ ട്രാൻസ്ഫർ ഒഴിവാക്കി കൊടുത്തത്. അതിലെനിക്ക് നന്ദിയുണ്ട് ദുർഗേച്ചി. ഈ നല്ല മനസ്സിന് തീരാത്ത കടപ്പാടുണ്ട് എനിക്ക്. അയ്യോ, എന്നിട്ടേ നിങ്ങളുടെ മകള് പറഞ്ഞു നടക്കുന്നത് വേറെ പലതും ആണല്ലോ. അവൾ എന്തോ വലിയ ബുദ്ധി കാണിച്ച് ദുർഗാമ്മയെ കൊണ്ട് ചെയ്യിച്ചതാണത്രേ. അതുപോലെ ദുർഗാമ്മയെ ഇനിയും കബളിപ്പിച്ച് ദേവമംഗലത്തെ മരുമകളായി വരുമെന്ന് കുറച്ചു മുമ്പ് അവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കാം നിങ്ങളുടെ മോള്.
അമ്മായിയമ്മയാവാൻ പോകുന്ന ദുർഗാമ്മയെ തറ പറ്റിച്ച് ആ വീടിന്റെ അധികാരം കൈക്കലാക്കും പോലും അവള്. സുലു, മതി വിശദീകരിച്ചത്. ആ ഇതേ വാക്കുകളല്ലെങ്കിലും ഏതാണ്ട് ഇതേ അർത്ഥം വരുന്ന തരത്തിൽ തന്നെയല്ലേ ദുർഗേച്ചി അവള് സംസാരിച്ചത്. അതും പോരാഞ്ഞിട്ട് അവള് നമ്മളെ കൊണ്ട് ആദ്യയുടെ മുറിയും പരിശോധിപ്പിച്ചു. നിന്നോടാ നിർത്താൻ പറഞ്ഞത്. കെട്ടഴിച്ച പിന്നെ ചൊരിയുന്നതിന് ഒരളവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മകൾക്ക് ഭ്രാന്ത. ഭ്രാന്തികൾക്ക് എന്താ പറയേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഒന്നും ഒരു ബോധവും കാണില്ല. അവളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അമ്മയായ നിനക്കാ. അവൾ എന്റെ മകളല്ല, നിങ്ങളുടെ മകളാ. നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത എനിക്ക് നിങ്ങളുടെ മകളെ നിയന്ത്രിക്കാൻ പറ്റുമോ ദുർഗേച്ചി? ഇല്ല, അവളെ നിങ്ങൾക്കും നിയന്ത്രിക്കാൻ കഴിയുന്നു തോന്നുന്നില്ല. ദൈവം അങ്ങനെയാ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ കുട്ടി പിശാചിനെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് പറ്റില്ലെങ്കിൽ പറ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്താ, അതിന് നീ തയ്യാറുണ്ടോ? പറയടി. തുളസി അവളുടെ ദുർഗമ്മ ശാസിക്കുന്നതിലും ശിക്ഷിക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇനി അവളെ ദുർഗേച്ചിക്ക് പിടിച്ചാ കിട്ടുമെന്ന്. അവള് വലിയ സംഭവമാണെന്ന് നിനക്ക് തോന്നുന്നല്ലേ? എനിക്ക് അവൾ ഒന്നുമല്ല, വെറും കീടം. കാലിലെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കാൻ മാത്രമുള്ള വെറും പുഴു. എന്നെ കൊണ്ടത് ചെയ്യിക്കാതിരിക്കുന്നതാ പ്രിയ നല്ലത്. നീ തന്നെ നിന്റെ മകളെ പറഞ്ഞ് മനസ്സിലാക്ക. തനിക്ക് പോകുന്നവരോട് കളിക്കാൻ പറ അവളോട്. ഞാൻ പോട്ടെ പോട്ടെ എന്ന് വെച്ച് വിട്ടുവീഴ്ച കാണിക്കുമ്പോ അവളുടെ അധിക പ്രസംഗം കൂടുകയാ. കാരണം പുകച്ച് കിട്ടാത്തതിന്റെ കുഴപ്പമാ നിന്റെ മോക്ക്. എന്നെ കയ്യിൽ കിട്ടാത്തതിന്റെ ക്ഷീണം അമ്മയോട് വന്ന് തീർക്കുക. ഇതിങ്ങനെ വിട്ട പറ്റില്ലല്ലോ. നീ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ നിന്നാലേ ഞാൻ നിന്റെ മോളെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പറയടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഹലോ ആദി.